മൈത്രേൻ വന്ന ഫ്രീ തിങ്കറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന നല്ലൊരു അനുഭവമായി മാറട്ടെ. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യൻ എത്തിച്ചിട്ട് ദൈവമില്ല സാർ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്ന? ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, മനുഷ്യരുണ്ടാക്കിയതാണ് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പന കൺസെപ്റ്റ് എന്ന് അറിയാവുന്നുണ്ട്. റിലീജിയനും അങ്ങനെയല്ലേ, മതം എല്ലാം മനുഷ്യ നിർമ്മിതം ഉണ്ടാക്കിയതാണെന്ന് അറിയുന്നുണ്ട്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഈ ഇന്ത്യയെ നശിപ്പിച്ചിട്ട് ബ്രാഹ്മണിസ്റ്റാണ് പറഞ്ഞാൽ സമ്മതിക്കുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നും ഇല്ല. ഇല്ല ഇല്ല. ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ആധിപത്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് ആധിപത്യത്തോടെ മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന സമൂഹങ്ങളിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ത്രൈവിങ് എല്ലാവരും ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവരായി മാറത്തില്ല. പക്ഷെ കൊട്ടാരക്കര പറഞ്ഞവനോട് ഞാൻ ചെറിയൊരു ചോദിപ്പ് പറയും. എന്ത് ചോദിപ്പ്? ലാൻഡ് ഓണിങ് ക്ലാസ് ആണ് ഈ കച്ചവടത്തിനെതിരായിരുന്നത്. കാരണം പെട്ടെന്ന് സ്വത്തുണ്ടാക്കുന്നത് അവരെ പോലെ സ്വത്തുള്ളവരായിട്ട് ഇവർ മാറുന്ന കാരണം കൊണ്ട് കച്ചവടം ശരിയല്ല എന്ന് പറയുന്ന യുക്തി അല്ല. ഇവര് ആ അർത്ഥത്തിലേ അല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ച എഡ്യൂക്കേഷൻ മൂല്യങ്ങൾ മാറ്റിയിട്ട് അല്ല, നേരത്തെ എഡ്യൂക്കേഷന് മൂല്യം ഉണ്ടായിരുന്നത് തെറ്റിദ്ധരിക്കാതെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. അതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. പണ്ടേ ഇല്ല. പണ്ടുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഉള്ളത് തട്ട് സമൂഹത്തിൽ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഹെറാർക്കിക്കലായ സമൂഹത്തിന് വേണ്ടിയുള്ള മൂല്യങ്ങൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല.